Good afternoon. Hi everyone. Chapter 17, The Sale of Goods Act 1930. Sale and Agreement to Sell. അതിൽ സെയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. According to Section 4.3 of the Sale of Goods Act, where under a contract of sale, the property or ownership in the goods is transferred from the seller to the buyer, it is called a sale. അതായത് സെക്ഷൻ 4.3 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് എന്ന നിയമത്തിൽ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ വിൽപ്പന കരാർ പ്രകാരം ചരക്കുകളിലുള്ള സ്വത്ത് അഥവാ ഉടമസ്ഥതാവകാശം സെല്ലർ ടു ദ ബയർ ആയിരിക്കും എപ്പോഴും കൈമാറ്റം ചെയ്യുന്നത്. അതായത് സെല്ലറിൽ നിന്നും ബയ്യറിലേക്കായിരിക്കും ചരക്കുകളിലുള്ള സ്വത്ത് അഥവാ ഉടമസ്ഥതാവകാശം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇതിനെയാണ് സെയിൽ അഥവാ വിൽപ്പന എന്ന് പറയുന്നത്. ദിസ് ഇൻ കേസ് ഓഫ് സെയിൽ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ടേക്സ് പ്ലേസ് ഇമ്മീഡിയറ്റ്ലി. അതായത് ചരക്കുകളിലുള്ള സ്വത്ത് എപ്പോഴും പെട്ടെന്ന് തന്നെയായിരിക്കും, ഉടനടി തന്നെയായിരിക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അത് സെയിലിൻ്റെ കാര്യത്തിൽ. വിൽപ്പനയുടെ കാര്യത്തിൽ ചരക്കുകളിലുള്ള സ്വത്ത് കൈമാറ്റം ചെയ്യുന്നത് ഉടനടി തന്നെയായിരിക്കും. ജനറലി സെയിൽസ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഇൻ കൺസിഡറേഷൻ ഓഫ് ദ പ്രൈസ് പെയ്ഡ് ഓർ പ്രോമിസ് ഓഫ് അനദർ വാല്യുബിൾ കൺസിഡറേഷൻ. അതായത് സാധാരണഗതിയിൽ സെയിൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊന്നെങ്കിൽ പൈസ അടയ്ക്കുന്നതിൻ്റെ പരിഗണനയിലോ പൈസ നൽകുന്നതിൻ്റെ പരിഗണനയിലോ അല്ലെങ്കിൽ വിലയേറിയ പരിഗണനയുടെ വാഗ്ദാനം കണക്കിലെടുത്തോ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് സ്വത്ത് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വിൽപ്പന എന്ന് പറയുന്നത് അഥവാ സെയിൽസ് എന്ന് പറയുന്നത്. ഇതാണ് സാധാരണഗതിയിൽ ഒരു സെയിൽ എന്ന് പറയുന്നതിൻ്റെ മീനിങ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് സെൽസ് ഹിസ് കാർ ടു വൈ ഫോർ ₹1,50,000. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി വൈക്ക് തൻ്റെ കാർ വിൽക്കുകയാണ് 1,50,000 രൂപയ്ക്ക്. ആസ് ദ ഓണർഷിപ്പ് ഓഫ് ദ കാർ ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ഫ്രം ദ സെല്ലർ എക്സ് ടു ദ ബയ്യർ വൈ ഫോർ എ പ്രൈസ് ഓഫ് ₹1,50,000. ഇങ്ങനെയുള്ള സ്ഥിതിക്ക് നമുക്കറിയാം എക്സ് തൻ്റെ കാറ് വിറ്റത് 1,50,000 രൂപ എന്നുള്ളൊരു വ്യവസ്ഥയിലാണ്. അപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ബയ്യറിനായിരിക്കും പൂർണ്ണമായിട്ടുള്ള ഉടമസ്ഥതാവകാശം. അപ്പം നിശ്ചിത തുകയും ഇതിൽ കൈമാറിയിട്ടുണ്ട്. 1,50,000 രൂപ എക്സിന് കിട്ടിയ സ്ഥിതിക്ക് വൈക്കായിരിക്കും ആ കാറിലുള്ള പൂർണ്ണമായ ഉടമസ്ഥതാവകാശം. ഇത് തികച്ചും ഒരു സെയിൽ എന്ന് പറയുന്ന പ്രോസസ്സിങ്ങിന് ഉത്തമമായൊരു എക്സാമ്പിളാണ്. ഇത് ഈ നടക്കുന്ന ഒരു പ്രക്രിയനെയാണ് നമ്മൾ സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽ എന്തായിരിക്കുന്നു ക്ലിയർ ആയെന്ന് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കാണ് എഗ്രിമെൻറ്റ് ടു സെല്ല്. According to Section 4.3 of the Sale of Goods, where under a contract of sale, the transfer of the property in the goods is to take place at a future time or subject to some conditions thereafter to be fulfilled, the contract is also called an agreement to sell. അതായത് ഇതും സെക്ഷൻ 4.3 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിലാണ് വന്നിരിക്കുന്നത്. where under a contract of sale the transfer of the property, അതായത് ചരക്കുകളിലുള്ള സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഒന്നെങ്കിൽ ചിലപ്പം ഭാവിയിലേക്കായിരിക്കാം ഫോർ എ ഫ്യൂച്ചർ ഡേറ്റ്, അല്ലെങ്കിൽ ചില വ്യവസ്ഥയുടെ പരിഗണനയിലുമായിരിക്കാം ഇവിടെ ഈ ചരക്കുകളിലുള്ള അതായത് സാധനങ്ങളിലുള്ള സ്വത്ത് കൈമാറ്റം ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ സെയിൽ എടുക്കുകയാണെങ്കിൽ അവിടെ ഫ്യൂച്ചറിലേക്ക് മാറ്റി വെക്കുന്നതായിട്ട് ഒന്നും പറയുന്നില്ല. ഫ്രം ദ സെല്ലർ ടു ദ ബയർ എന്നൊരു പ്രോസസ്സിംഗ് ആയിരുന്നു അവിടെ നടക്കുന്നത്. പക്ഷേ ഇവിടെ അത് നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനെയാണ്
ഈസ് കോൾഡ് ആൻ എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത്. അതായത് ഒന്നെങ്കിൽ ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ചില പരിഗണനയുടെ പേരിൽ എന്തെങ്കിലും ചില കണ്ടീഷൻസിൻ്റെ ഒക്കെ പേരിൽ അവരതെന്താണ് മാറ്റി വെക്കുകയാണ്. അതിനെയാണ് എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് കേസിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്, CASC ഇട്ടിട്ടില്ല. In case of agreement to sell, the transfer of a property in goods does not take place immediately but a future date. അതായത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, ഇവിടെ സാധനങ്ങളിലോ സ്വത്തിലുള്ള കൈമാറ്റം എന്ന് പറയുന്നത് ഉടനടി നടക്കുന്നില്ല. ഭാവിയിലെ ഒരു ഡേറ്റിലേക്കാണ് ഇവിടെ മാറ്റി വച്ചിരിക്കുന്നത്. പക്ഷേ സെയിലിലെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിലേക്കൊന്നും മാറ്റി വെക്കുന്നില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവിടെ പ്രോസസ്സിങ് നടക്കുകയാണ്. പക്ഷേങ്കിൽ എഗ്രിമെൻറ്റ് ടു സെല്ലിൽ അങ്ങനെയല്ല, ഫ്യൂച്ചർ ഡേറ്റിലേക്ക് അവർ മാറ്റി വെക്കുകയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു റെസ്പോണ്ടിങ് എഗ്രിമെൻറ്റ് ടു സെല്ലിലില്ല. അപ്പം സെയിൽ എന്താണെന്നും എഗ്രിമെൻറ്റ് ടു സെൽ എന്താണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവ രണ്ടും മനസ്സിലാക്കിയാലേ നമുക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ. ഫസ്റ്റ് പോയിൻ്റ്, സെയിൽ നേച്ചർ ഓഫ് കോൺട്രാക്റ്റ്. നേച്ചർ ഓഫ് കോൺട്രാക്റ്റിൽ സെയിൽ പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്, ഇറ്റ് ഈസ് എ പ്രസൻറ്റ് കോൺട്രാക്റ്റ്. അതായത് ഒരു എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റാണ്, അത് ഇപ്പോൾ നടക്കുന്ന ഒരു കരാറുമാണ്. പക്ഷേ എഗ്രിമെൻറ്റ് ടു സെൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. അതായത് നടക്കാൻ പോകുന്നതേ ഉള്ളൂ, നടന്നിട്ടില്ല. ഇറ്റ് ഡസ് നോട്ട് ആൻ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ നടന്നിട്ടില്ല, നടക്കാൻ പോകുന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കാര്യത്തിൽ ഒന്നും ഇമ്മീഡിയറ്റ് ആയിട്ടല്ല, എല്ലാം ഫ്യൂച്ചറിലേക്കാണ് അവർ മാറ്റി വെക്കുന്നത്. പക്ഷേ സെയിലിൻ്റെ കാര്യത്തിൽ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കാര്യത്തിൽ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. എക്സിക്യൂട്ട് ചെയ്യാം, ചിലപ്പോൾ ഒന്നെങ്കിൽ ഭാവിയിലോട്ടായിരിക്കാം. അതാണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയിൽ പറയുന്നത് in case of the sale, transfer of property from the seller to the buyer takes place immediately so that the seller is no more the owner of the goods sold. അതായത് സെയിൽ പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, സ്വത്ത് കൈമാറ്റം ചെയ്യുന്നത് സെല്ലറിൽ നിന്നും ബയ്യറിലേക്കാണ്. അത് ഒരിക്കലും ഫ്യൂച്ചറിലേക്ക് മാറ്റി വെക്കുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക് കൈമാറ്റം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സെല്ലർ ബയ്യറിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ സെല്ലറിനെ നമുക്ക് ഒരിക്കലും ഒരു ഓണറായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ഓണർ ആരാണ്? ബയ്യറാണ്. അതാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി എഗ്രിമെൻറ്റ് ടു സെല്ലിൽ എടുക്കുകയാണെങ്കിൽ എഗ്രിമെൻറ്റ് ടു സെല്ലിൽ പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഈസ് ടു പ്ലേസ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ഓർ സബ്ജക്റ്റ് ടു സം കണ്ടീഷൻസ് ടു ബി ഫുൾഫിൽഡ്. ഒന്നെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിലേക്കായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ കണ്ടീഷൻസ് പൂർത്തിയാക്കാനുണ്ട്. അതിൻ്റെയൊക്കെ പേരിലാണ് അവർ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി കൈമാറ്റം ചെയ്യുന്നത്. അപ്പം ഇത് ബയ്യറിലേക്ക് എത്താത്ത സ്ഥിതിക്ക് തന്നെ നമുക്ക് എപ്പോഴും പറയാം എന്താണ്, സെല്ലറായിരിക്കും ഇവിടുത്തെ ഓണർ എന്ന് പറയുന്നത്. മറ്റേതിൽ സെയിലിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലറിൽ നിന്ന് ബയ്യറിലേക്ക് ഓൾറെഡി അത് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അപ്പം സെല്ലർ അവിടെ ഒരു ഓണറായിട്ട് വരുന്നില്ല, മറിച്ച് ആര് വരും? ബയ്യർ അവിടെ ഒരു ഓണറായിട്ട് വരും. പക്ഷേ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ദ കേസ് ഓഫ് എഗ്രിമെൻറ്റ് ടു സെല്ലിൽ വരുമ്പം സെല്ലറിൻ്റെ കയ്യിൽ തന്നെ ഇപ്പോഴും ആ പ്രോപ്പർട്ടി ഇരിക്കുന്നതിനാൽ ഒരു കാരണവശാലും അത് ബയ്യറിലേക്ക് അതിൻ്റെ ഓണർഷിപ്പ് പോകുന്നില്ല, മറിച്ച് സെല്ലറിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ഓണർഷിപ്പ് ഉണ്ടാവുക. സെക്കൻഡ് പോയിൻ്റ് ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വൺ തേർഡ് പോയിൻ്റ്, റിസ്ക് ഓഫ് ലോസ്. റിസ്ക് ഓഫ് ലോസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇൻ സെയിൽ
the buyer becomes the owner of the goods. He has to suffer the loss if the goods are subsequently damaged or destroyed. അതായത് സെല്ലർ ഓൾറെഡി ബയ്യർക്ക് അത് വിറ്റു എന്ന് നമ്മൾ പഠിച്ചു. ആ സ്ഥിതിക്ക് അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലോസോ അതിനെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡാമേജോ ഡിസ്ട്രോയിഡോ എന്തെങ്കിലും നശിച്ചു പോകുകയോ അല്ലെങ്കിൽ കേടുപാടുകൾ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ മൊത്തത്തിലുള്ള നഷ്ടം സഹിക്കേണ്ടത് ബയ്യറിൻ്റെ ചുമതലയായിരിക്കും. പക്ഷെ നേരെ തിരിച്ച് എഗ്രിമെൻറ്റ് ടു സെല്ലിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴും അതിൻ്റെ ഓണർഷിപ്പ് സെല്ലറിൽ കണ്ടിന്യൂ ചെയ്യുന്നതിനാൽ അത് ബയ്യർക്കൊരിക്കലും ആ ലോസ് നേരിടേണ്ട ആവശ്യം വരുന്നില്ല, മറിച്ച് അത് സെല്ലറിൽ തന്നെയായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റിസ്ക് ഓഫ് ലോസ് ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. 4ാമത്തെ പോയിൻ്റ്, ടൈപ്പ് ഓഫ് ഗുഡ്സ്. ഇൻ എ സെയിൽ ദ സബ്ജക്റ്റ് മാറ്റർ ക്യാൻ ബി ഓൺലി ദ എക്സിസ്റ്റിംഗ് ആൻഡ് സ്പെസിഫിക് ഗുഡ്സ് ആസ് ഇൻ അതായത് ടൈപ്സ് ഓഫ് ഗുഡ്സിൽ സെയിലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് മാറ്റർ ആ വിഷയത്തെ എക്സിസ്റ്റിംഗ് ആൻഡ് സ്പെസിഫിക് ഗുഡ്സ്, അതായത് നിലനിൽക്കുന്നതും വിശിഷ്ടമായ സാധനങ്ങളാണെന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആണ്. കാരണം ഫ്യൂച്ചറിലേക്ക് അവർ ഒരിക്കലും അത് മാറ്റി വെക്കുന്നില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പറയുന്നതിനാൽ നമുക്കറിയാം സാധനം എപ്പോഴും കയ്യിലുണ്ടായിരിക്കും, അത് സ്പെസിഫിക് ആണെന്നുള്ള കാര്യം. പക്ഷേങ്കിൽ എഗ്രിമെൻറ്റ് ടു സെല്ലിൽ ഇത് നേരെ തിരിച്ചാണ്. ഫ്യൂച്ചർ ആൻഡ് കണ്ടീജൻറ്റ് ഗുഡ്സ് ആർ യൂഷ്വലി ദ സബ്ജക്റ്റ് മാറ്റർ. അതായത് ഉണ്ടെന്ന് പറയപ്പെടുന്നു, എന്നാൽ അത് ഭാവിയിലേക്കാണ് മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് പറയാം അൺസെർട്ടൺ ആണ്, അനിശ്ചിതത്വം ഉണ്ട് അവിടെ. കാരണം നമുക്ക് അറിയുന്നില്ല അത് ഫ്യൂച്ചറിലേക്കാണ് പറയപ്പെടുന്നത്, ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ സെയിലിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആൻഡ് സ്പെസിഫിക് ഗുഡ്സ് ആണ്. എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കാര്യത്തിൽ ഫ്യൂച്ചർ ആൻഡ് കണ്ടിജൻറ്റ് ഗുഡ്സ് ആണ്. ഇനി കോൺസിക്വൻസസ് ഓഫ് ബ്രീച്ച് ബൈ ബയ്യർ. അതായത് ഇപ്പം ബയ്യർ എന്തെങ്കിലും വാങ്ങുന്നയാൾ എന്തെങ്കിലും തരത്തിലുള്ള ലംഘനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ കേസ് ഓഫ് സെയിൽ ദ ബ്രീച്ച് ബൈ ദ ബയ്യർ, the seller can sue for price of the goods even if the goods are in his own possession, or he can exercise the right of lien, stoppage in transit or resell the goods. അതായത് ഇപ്പോൾ ബയ്യർ എന്തെങ്കിലും തരത്തിൽ ഗുഡ്സ് വാങ്ങിച്ചിട്ട് അത് ലംഘിക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ലർക്ക് ഇവിടെ കേസ് കൊടുക്കാം. ഗുഡ്സിന് നഷ്ടമായിട്ടുള്ള പ്രൈസിൻ്റെ പേരിലും സെല്ലർക്ക്, അതായത് വിൽപ്പനക്കാരന് കേസ് നടത്താവുന്നതാണ്. ഇഫ് ദി ഗുഡ്സ് ആർ ഇൻ ഹിസ് ഓൺ പൊസിഷൻ, അയാളുടെ കയ്യിൽ തന്നെയാണ് അതിരിക്കുന്നതെങ്കിൽ അയാൾക്ക് കേസിന് പോകാവുന്നതാണ്. എന്ന് വെച്ചാൽ റൈറ്റ് ഓഫ് ലീൻ, അവകാശത്തിൻ്റെ മേലുള്ള അവകാശം എന്ന് പറയുന്നതായിരിക്കും അവകാശത്തിൻ്റെ അവകാശം, റൈറ്റ് ഓഫ് ലീന്. സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി നിർത്തി വയ്ക്കുക ഒന്ന്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർ റീസെൽ ദ ഗുഡ്സ്, ഒന്നെങ്കിൽ അവകാശം എന്ന പറഞ്ഞ പേരിൽ നമുക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി നിർത്തി വയ്ക്കുക, അല്ലെങ്കിൽ റീസെൽ ദ ഗുഡ്സ്. റീസെൽ എന്ന് വെച്ചാൽ ഒന്നുകൂടെ ഗുഡ്സിനെ വിൽക്കാം എന്നുള്ള ഒരവകാശം. ഈ മൂന്നെണ്ണത്തിൻ്റെ പേരിൽ ഈ സെല്ലർക്ക് കേസ് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇൻ കേസ് ഓഫ് എഗ്രിമെൻറ്റ് ടു സെല്ലിൽ, ഇഫ് ദ ബയർ കമ്മിറ്റ്സ് ഡീഫോൾട്ട് ദ സെല്ലർ മേ സ്യൂ ഫോർ ഡാമേജസ് ഒള്ളി. ഇവിടെ അങ്ങനെ ഒരു സ്ഥിതിയാണെങ്കിൽ വിൽപ്പനക്കാരന് അതിൻ്റെ നഷ്ടപരിഹാരത്തിൽ മാത്രമേ കൈയെടുത്താൻ പറ്റുകയുള്ളൂ. പ്രൈസ് കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതല്ല. അയാളുടെ കയ്യിൽ തന്നെ ഓൺ പൊസഷൻ ആണെങ്കിൽ മാത്രം അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ ഗുഡ്സിന് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ കേസ് ചാർജ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേങ്കിൽ പ്രൈസിന് വേണ്ടി, നോട്ട് ഫോർ ദ പ്രൈസിന് വേണ്ടി നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഗുഡ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ കേസിന് മുന്നോട്ട് പോകാം. ഇതാണ് കോൺസിക്വൻസസ് ഓഫ് ബ്രീച്ച് ബൈ ബയർ എന്ന് പറയുന്നത്.
ഇനി 6th പോയിന്റ്, റൈറ്റ് ഓഫ് റീസെയിൽ. ഇൻ എ സെയിൽ ദ സെല്ലർ കനോട്ട് റീസെൽ ദ ഗുഡ്സ്. അതായത് സെയിലിൻ്റെ കാര്യത്തിൽ, വിൽപ്പനയുടെ കാര്യത്തിൽ നമുക്ക് ഗുഡ്സ് വീണ്ടും വിൽക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേങ്കിൽ എഗ്രിമെൻറ്റ് ടു സെല്ലിൻ്റെ കാര്യത്തിൽ the buyer who takes the goods for consideration and without notice of the prior agreement gets a good title. ഇത് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ പരിഗണനയ്ക്കും മുൻ ഉടമ്പടിയുടെ അറിയിപ്പില്ലാതെ വാങ്ങുന്നയാൾക്ക് ഒരു ഗുഡ് ടൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് റൈറ്റ് ഓഫ് റീസെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, നേച്ചർ ഓഫ് റൈറ്റ്സ്. അതായത് in case of sale, the buyer being the owner of the goods acquires all property rights in the goods as against the world at large. അതായത് സെയിലിൻ്റെ കേസിൽ വരികയാണെങ്കിൽ ബയർ ബീങ് ദ ഓണർ ഓഫ് ദ ഗുഡ്സ്, ബയറിനായിരിക്കും മൊത്തത്തിലുള്ള അവകാശവും ഉണ്ടായിരിക്കുന്നത്. ഈ വേൾഡ് എഗനിസ്റ്റ് ആയിട്ട് ഗുഡ്സ് ആസ് എഗനിസ്റ്റ് ദ വേൾഡ് അറ്റ് ലാർജ്, ലോകത്തിനെതിരായിട്ട് പോലും ബയ്യർക്കായിരിക്കും ഗുഡ്സിലുള്ള ഓൾ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ ബട്ട് ഇൻ ആൻ എഗ്രിമെൻറ്റ് ടു സെൽ ഗീവ്സ് എ റൈറ്റ് ടു ദ ബയർ എഗനിസ്റ്റ് എ പർട്ടിക്കുലർ പേഴ്സൺ. അതായത് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങുന്നയാൾ ഒരു എതിരാളിയെ വിൽക്കുകയാണ്, ഒരു എഗനിസ്റ്റ് എ പർട്ടിക്കുലർ പേഴ്സൺ ഉള്ളി. ഒരു വാങ്ങുന്നയാൾ ഒരു വ്യക്തിയിലേക്കും കൂടെ ഒരു അവകാശം കൈമാറുകയാണ്. ആൻഡ് ഇൻ കേസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഹി ക്യാൻ സ്യൂ ദ സെല്ലർ ഫോർ ഡാമേജസ്. അങ്ങനെ എന്തെങ്കിലും ഗുഡ്സിന് എന്തെങ്കിലും ഡാമേജസ് സംഭവിക്കുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ പേഴ്സണ് കേസ് കൊടുക്കാൻ സാധിക്കും എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ. ഇനി 8ാമത്തെ പോയിൻ്റാണ് ഇൻസോൾവൻസി ഓഫ് ദ ബയർ. അതായത് പെട്ടെന്നുള്ള പാപ്പരത്വമൊക്കെ ആയി പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് നോക്കാം. ഇൻ കേസ് ഓഫ് സെയിൽ, ഇഫ് ദ ബയർ ബിക്കംസ് ഇൻസോൾവൻറ്റ് ബിഫോർ ഗീവിംഗ് ദ പ്രൈസ്, ദ ഒഫീഷ്യൽ റിസീവർ ഓർ അസൈനി ക്യാൻ ക്ലെയിം ദ ഗുഡ്സ് ബിക്കോസ് ദ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ഹാസ് പാസ്ഡ് ടു ദ ബയർ. അതായത് ഒരു വിൽപ്പനയിൽ വില നൽകുന്നതിന് മുൻപ് വാങ്ങുന്നയാൾ ഇൻസോൾവൻ്റ് ആകുകയാണെങ്കിൽ ഒഫീഷ്യൽ സ്വീകർത്താവിന് അല്ലെങ്കിൽ അസൈനിക്കോ സാധനങ്ങൾ ക്ലെയിം ചെയ്യാൻ കഴിയും. കാരണം സാധനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഉടമസ്ഥതാവകാശം വാങ്ങുന്നയാൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി അതാണ് സെയിലിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ഇനി ഇൻസോൾവൻ്റ് അല്ലാതെ വാങ്ങുന്നയാളിൽ നിന്ന് റേറ്റ് ചെയ്യാവുന്ന ഡിവിഡൻഡ് അല്ലെങ്കിൽ ലാഭവിഹിതം നേടുക എന്നതാണ് എഗ്രിമെൻറ്റ് ടു സെല്ലിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ പോയിൻ്റാണ് 9th വൺ, ഇൻസോൾവൻസി ഓഫ് ദ സെല്ലർ. ഇൻസോൾവൻസി ഓഫ് ദ സെല്ലറിൽ പറയുന്നത് ഒരു വിൽപ്പനയിൽ ഇൻസോൾവൻ്റ് ആകുകയാണെങ്കിൽ, അതായത് പാപ്പരായി പോകുകയാണെങ്കിൽ സാധനങ്ങളുടെ ഉടമസ്ഥത അവകാശം വാങ്ങുന്നയാൾക്ക് കൈമാറിയതിനാൽ അസൈനിയിൽ നിന്നോ ഒഫീഷ്യൽ റിസീവറിൽ നിന്നോ സ്വീകർത്താവിൽ നിന്നോ സാധനങ്ങൾ വീണ്ടെടുക്കാൻ വാങ്ങുന്നയാൾക്ക് അവകാശമുണ്ട്. ഇതാണ് സെയിലിൽ പറയുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് എഗ്രിമെൻറ്റ് ടു സെല്ല്, വാങ്ങുന്നയാൾ ഇതിനകം വില നൽകുകയും വിൽപ്പനക്കാരൻ ഇൻസോൾവൻ്റ് ആകുകയും ചെയ്താൽ വാങ്ങുന്നയാൾക്ക് സാധനങ്ങൾക്ക് അല്ല റേറ്റ് ചെയ്യാവുന്ന ലാഭവിഹിതത്തിനോ അല്ലെങ്കിൽ ഡിവിഡൻഡ് മാത്രമേ ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനെയാണ് ഇൻസോൾവൻസി ഓഫ് ദ സെല്ലർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നെടുത്ത ടോപ്പിക്സ് സെയില്, എഗ്രിമെൻറ്റ് ടു സെല്ല്, ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെല്ലാണ് എടുത്തത്. എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു. താങ്ക് യു.